സൈബർ അധിക്ഷേപത്തിനെതിരെ എറണാകുളം CPM നേതാവ് KJ ഷൈൻ നൽകിയ പരാതിയിൽ കേസെടുക്കുകയാണ് ആലുവ സൈബർ പോലീസ്. ഓൺലൈൻ മാധ്യമങ്ങൾക്കും 5 കോൺഗ്രസ് അനുകൂല പോർട്ടലുകൾക്കുമെതിരെയാണ് കേസ്. സമൂഹ മാധ്യമങ്ങളിലൂടെ സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്നാണ് കേസ്. KJ ഷൈന്റെ മൊഴി പോലീസ് വീട്ടിലെത്തി രേഖപ്പെടുത്തി. പ്രതിപക്ഷ നേതാവിന്റെ അറിവോടെയാണ് സൈബർ ആക്രമണം എന്ന് KJ ഷൈൻ വീണ്ടും ആരോപിച്ചു. അറിയാതിരിക്കാൻ വഴിയില്ലല്ലോ. ഇപ്പം എൻ്റെ മക്കൾ തെറ്റ് ചെയ്തത് ഞാൻ അറിയുമ്പോഴാണല്ലോ ഞാൻ അറിയുന്നത്. നമ്മൾ ആ ഒരു പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ആ പ്രസ്ഥാനത്തിലുള്ള ഉത്തരവാദിത്തപ്പെട്ടവരുടെ പോസ്റ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതവർ അറിയാതിരിക്കില്ല എന്നാണ് ആ ഒരു ബോധ്യമാണ് എനിക്കുള്ളത്. സൈബർ അധിക്ഷേപത്തിൽ വൈപ്പിൻ MLA KN ഉണ്ണികൃഷ്ണനും പരാതി നൽകിയിട്ടുണ്ട്. കോൺഗ്രസ് പ്രാദേശിക നേതാവാണ് പ്രചാരണം അഴിച്ചുവിട്ടത് എന്ന് KN ഉണ്ണികൃഷ്ണൻ ആരോപിക്കുന്നു. ഞാൻ DGPക്കും മുഖ്യമന്ത്രിക്കും വൈപ്പിൻ ഉൾപ്പെടുന്ന മുനമ്പം DYSPക്കും ആലുവ SPക്കും എല്ലാം ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെയും വിളിക്കുമല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് ആ തെളിവുകളൊക്കെ നിരത്താം. എന്തായാലും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ ശക്തികളെയും നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാൻ നിയമ പോരാട്ടവും അതുപോലെ രാഷ്ട്രീയമായി ആർക്കെങ്കിലും ഇതിൽ പങ്കുണ്ടെങ്കിൽ രാഷ്ട്രീയമായി ഇതിനെ നേരിടാനുമാണ് ഞാനും എൻ്റെ പ്രസ്ഥാനവും തീരുമാനിച്ചിട്ടുള്ളത്. അതേസമയം വാർത്ത പുറത്തേക്ക് വന്നത് എങ്ങനെയാണ് എന്ന് CPM അന്വേഷിക്കട്ടെ എന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ഈ വിഷയത്തിലെ പ്രതികരണം. ഇതുപോലത്തെ ഏത് കേസ് ഉണ്ടായാലും എൻ്റെ നെഞ്ചത്തോട്ട് കയറുന്നതിന് ആരെവിടെ ഈ കേസ് ഇങ്ങനത്തെ കേസ് ഉണ്ടായാലും പ്രതിപക്ഷ നേതാവിന് എൻ്റെ വീട്ടിലേക്ക് മാർച്ച് ഞാൻ എന്ത് ചെയ്തിട്ടാണ് ഇതെങ്ങനെയാണ് ആദ്യം പുറത്തു വന്നതെന്ന് CPM അന്വേഷിക്കട്ടെ. കോൺഗ്രസ് ഹാൻഡിലൊക്കെ ഉണ്ടാകും. കാരണം കോൺഗ്രസ്സുകാർക്കെതിരായിട്ട് അവർ വ്യാപകമായ പ്രചരണം CPM ഹാൻഡിൽ നടത്തിയപ്പോൾ ഈ മാന്യതയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ കഴിഞ്ഞ ഒരു മാസമായിട്ട്. കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരായിട്ട് CPM ഹാൻഡിൽ ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തപ്പോൾ മനുഷ്യാവകാശ സംരക്ഷണം, സ്ത്രീ സംരക്ഷണം തുടങ്ങിയ വാക്കുകളൊന്നും ഉണ്ടായില്ലല്ലോ. വ്യാപകമായി ചെയ്തു. ഞാൻ അതിനെ ന്യായീകരിക്കുന്നില്ല. ഞാൻ അങ്ങനെ ചെയ്യരുത് എന്ന് പത്രസമ്മേളനം നടത്തി പറഞ്ഞ ആളാണ്. നിതിൻ അംബുജന വാർത്തയുടെ ഒരു വെച്ചിട്ട് നിതിൻ, ഈ സൈബർ അതിക്രമങ്ങളിലെ കേസുകൾ എവിടെയും എത്താതെ പോകുന്നു എന്നുള്ളത് വ്യാപകമായ പരാതിയാണ്. പരാതി കൊടുക്കാം എന്നതല്ലാതെ പ്രത്യേകിച്ച് ഒരു കാര്യം ഉണ്ടായിരുന്നില്ല ഇക്കാലം അത്രയും. പക്ഷേ ഈ കേസിൽ സത്വരമായ നടപടിയിലേക്ക് നീങ്ങുകയാണെന്ന് തോന്നുന്നു. കേസെടുക്കുന്നുണ്ട്. ഏതൊക്കെ യൂട്യൂബ് ചാനലുകൾക്കെതിരെയാണ്, ഓൺലൈൻ പോർട്ടലുകൾക്കെതിരെയാണ്, വ്യക്തികൾക്കെതിരെയാണ്, പത്രത്തിനെതിരെയാണ് കേസ്? നിതിൻ, ഹാഷ്മി, കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ വ്യാപകമായ നിലയിലാണ് സൈബർ ആക്രമണം KJ ഷൈനെതിരെ ഉണ്ടായത്. ഇതിനെ തുടർന്നാണ് ഇന്നലെ ഫേസ്ബുക്കിലൂടെ മുഖ്യമന്ത്രിക്കും അതോടൊപ്പം തന്നെ വനിതാ കമ്മീഷനും DGPക്കും പരാതി നൽകുന്നു എന്ന ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്നലെ തന്നെ KJ ഷൈൻ നൽകിയത്. അതിനുശേഷം ഉടൻ തന്നെ പോലീസിന് കൈമാറുകയും പിന്നീട് പോലീസ് ഇന്ന് ആലുവ റൂറൽ പോലീസിന് കൈമാറുകയാണ് ചെയ്തത്. അതിനുശേഷമാണ് ഇന്ന് പറവൂരിലെ വീട്ടിലെത്തി KJ ഷൈന്റെ മൊഴി രേഖപ്പെടുത്തിയത്. അതിൽ പ്രധാനമായും പറഞ്ഞിരിക്കുന്നത് ഇന്ന് KJ ഷൈന്റെ വീട്ടിലെത്തി ഏതാണ്ട് 3 അംഗ പോലീസ് സംഘമാണ്, വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ അടക്കമുള്ള 3 അംഗ സംഘം ഇന്ന് KJ ഷൈന്റെ വീട്ടിലെത്തി ഏതാണ്ട് 1.5 മണിക്കൂർ നേരം അവരുടെ വിശദമായി തന്നെ മൊഴി രേഖപ്പെടുത്തി. ഇതിൽ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ ഇത്തരം ഫേസ്ബുക്ക് പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ട ലിങ്കുകളടക്കം ഷെയർ ചെയ്തിട്ടുണ്ട്. വിശദമായ ഒരു തെളിവ് സമർപ്പിച്ചിട്ടുണ്ടെന്നാണ് KJ ഷൈൻ വ്യക്തമാക്കുന്നത്. ഏതാണ്ട് കോൺഗ്രസ് ഹാൻഡിലുകളടക്കം 5 പേർക്കെതിരെയാണ് ഇപ്പോൾ 5 കോൺഗ്രസ് ഹാൻഡിലുകളെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ വാർത്ത പ്രസിദ്ധീകരിച്ച മാധ്യമത്തിനെതിരെയും യൂട്യൂബ് ചാനലിനെതിരെയും കേസെടുത്തു എന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ പോലീസ് പങ്കുവയ്ക്കുന്നത്. ശക്തമായ നടപടി മുന്നോട്ട് പോകുമെന്നാണ് പോലീസ് ഈ ഘട്ടത്തിൽ ഈ മൊഴിയെടുപ്പിന് ശേഷം എന്തായാലും നമ്മളോട് വ്യക്തമാക്കിയ കാര്യം. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് വ്യാപകമായ നിലയിൽ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരം അധിക്ഷേപ പോസ്റ്റുകൾ വന്നിരുന്നു. പക്ഷേ ഇതിൽ പേരോ അല്ലെങ്കിൽ ചിത്രമോ ഒന്നും ഇല്ലാതെയായിരുന്നു ആ പോസ്റ്റുകൾ വന്നത്. എന്നാൽ ഒരു പോസ്റ്റർ പ്രത്യക്ഷപ്പെടുന്നു. അതിനുശേഷം KJ ഷൈനുമായി ബന്ധപ്പെട്ട ഫോട്ടോകളും വരുന്നു. അതിനുശേഷമാണ് ഇതിൽ പരാതി നൽകാം അല്ലെങ്കിൽ പ്രതികരിക്കാം എന്ന നിലപാട് എന്തായാലും KJ ഷൈൻ സ്വീകരിച്ചത്. നിലവിലിപ്പോൾ ഇത് ലക്ഷ്യം വെക്കുന്നത് കോൺഗ്രസ് നേതാക്കൾക്ക് എതിരെ തന്നെയാണ്. കാരണം കോൺഗ്രസിലെ തലപ്പത്തുള്ളവർ അറിയാതെ ഇത്തരം സൈബർ ആക്രമണം നടക്കില്ല. അതിൽ പ്രതിപക്ഷ നേതാവിനെ തന്നെയാണ് ഉന്നം വയ്ക്കുന്നത്. പ്രതിപക്ഷ നേതാവ് മുൻപൊരിക്കൽ സൂചിപ്പിച്ചിരുന്നു CPM ഒരു ബോംബ് പൊട്ടുമെന്ന് സൂചിപ്പിച്ചിരുന്നു. സമാനമായ കാര്യം തന്നെയാണ് ഒരു പ്രാദേശിക കോൺഗ്രസ് നേതാവ് KJ ഷൈനോട് സൂചിപ്പിച്ചത്. ഒരു ബോംബ് ഉടൻ പൊട്ടുമെന്ന് KJ ഷൈനോട് സൂചിപ്പിച്ചിരുന്നു. പക്ഷേ അത് ഈ നിലയിലാണെന്ന് താൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല എന്നാണ് KJ ഷൈൻ ഇന്ന് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ വ്യക്തമാക്കിയ ഒരു കാര്യം. എന്തായാലും താൻ അനുഭവിച്ച വിഷമതകളും അതോടൊപ്പം തന്നെ തനിക്ക് നേരിട്ട സൈബർ അധിക്ഷേപം ബന്ധപ്പെട്ട വിശദമായ ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. ഏതറ്റം വരെയും ഈ ഒരു കേസിൽ താൻ മുന്നോട്ട് പോകുമെന്ന് ആവർത്തിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് വൈകിട്ട് മാധ്യമങ്ങൾ കണ്ടപ്പോൾ അവർ വ്യക്തമാക്കിയത് ഇതിൽ ഈ പ്രതിപക്ഷ നേതാവിന്റെ അറിവോടെ അല്ലാതെ ഇത്തരം ആക്രമണം നടക്കില്ല. പ്രത്യേകിച്ചും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ശ്രദ്ധ തിരിക്കാനാണ് ഇത്തരമൊരു ആരോപണം അല്ലെങ്കിൽ വിവാദം തുടരുന്നു എന്നൊരു പ്രതികരണമാണ് ഇന്നിപ്പോൾ KJ ഷൈന്റെ ഭാഗത്തും ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കോൺഗ്രസ് ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ KJ ഷൈന്റെ ആരോപണം പൂർണ്ണമായും തള്ളുകയാണ്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഗോപാലകൃഷ്ണൻ എന്നൊരു വ്യക്തിയാണ്, പ്രാദേശിക കോൺഗ്രസ് നേതാവാണ് ഇത് ആദ്യമായി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്. അതിനുശേഷം
അതിനുശേഷമാണ് വ്യാപകമായ നിലയിൽ ഇത് ഷെയർ ചെയ്യപ്പെട്ടതെന്നും കെ ജെ ഷൈൻ ആരോപിക്കുന്നു. അതേസമയം ഗോപാലകൃഷ്ണൻ നിഷേധിക്കുന്നുണ്ട്. നിയമപരമായി നേരിടുമെന്നാണ് ഗോപാലകൃഷ്ണൻ കെ ജെ ഷൈൻ്റെ ആരോപണത്തിന് മറുപടി നൽകിയിരിക്കുന്നത്. അതോടൊപ്പം ഒരു മാസം മുൻപ് താൻ ഇതുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. പക്ഷേ അത് കെ ജെ ഷൈനോ അല്ലെങ്കിൽ MLA-ക്കോ എതിരെയല്ല പോസ്റ്റ് ഇട്ടത്, പേര് പറയാതെ ഒരു പോസ്റ്റ് ഇട്ടു. പക്ഷേ പിന്നീട് അതിൻ്റെ നിജസ്ഥിതി അറിയാത്തത് അല്ലെങ്കിൽ അതിലൊരു വ്യക്തത ഇല്ലാത്തതുകൊണ്ട് താൻ ഉടൻ തന്നെ ഡിലീറ്റ് ചെയ്തു. പക്ഷേ കഴിഞ്ഞ ദിവസം KM ഷാജഹാന്റെ പോസ്റ്റുമായി ബന്ധപ്പെട്ട് താൻ ഒരു ലിങ്ക് യൂട്യൂബിൽ പങ്കുവച്ചിരുന്നു. അത് താൻ പങ്കുവച്ചു. പക്ഷേ അതിൽ പേരോ ഒന്നും തന്നെ വെച്ചിരുന്നില്ല എന്നാണ് ഗോപാലകൃഷ്ണൻ അടക്കം ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രതികരണം നൽകിയിരിക്കുന്നത്. എന്തായാലും ഗോപാലകൃഷ്ണൻ ഇപ്പോൾ കെ ജെ ഷൈനെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ്. അങ്ങനെ ഒരു വശത്ത് നിയമ നടപടി മുന്നോട്ട് പോകുന്നു, മറുവശത്ത് രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണവുമായി CPM കോൺഗ്രസും രംഗത്തുണ്ട്. എന്തായാലും കെ ജെ ഷൈൻ ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുന്നത് താൻ നിയമപരമായി നേരിടും, ഇതിൽ ഏതറ്റം വരെയും മുന്നോട്ട് പോകുമെന്നാണ് ഈ ഒരു വിഷയത്തിൽ കെ ജെ ഷൈൻ ഇപ്പോൾ നിലപാട് അറിയിച്ചിരിക്കുന്നത്. ഹാഷ്മി, രാവിലെ നിതിനി ഗോപാലകൃഷ്ണനോട് സംസാരിച്ചാണ്. അപ്പോൾ ഗോപാലകൃഷ്ണൻ പറയുന്നത് ഒരു മാസം മുമ്പ് ഫേസ്ബുക്കിൽ ഈ പറയുന്ന തലയും വാലവും ഒന്നും ഇല്ലാതിട്ട ആ പോസ്റ്റ് ഏതോ CPM നേതാവ് അവരുടെ ഗ്രൂപ്പിൽ നിന്ന് ഏതോ കിട്ടിയത് പ്രകാരം അയച്ചു കൊടുത്ത് അങ്ങനെ ഇട്ടു എന്ന ഒരു വ്യക്തതയില്ലാത്ത പ്രതികരണം നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും കേസിലേക്ക് പോവുകയാണെങ്കിൽ ഗോപാലകൃഷ്ണനോട് ആ ചോദ്യങ്ങൾ ഉണ്ടാകുമോ? ഗോപാലകൃഷ്ണൻ അങ്ങനെയാണെങ്കിൽ ആ പറയുന്നതിന് തെളിവ് ഗോപാലകൃഷ്ണനിൽ ഉണ്ടോ നിതിൻ? ഹാഷ്മി, അത്തരമൊരു തെളിവ് ഗോപാലകൃഷ്ണന്റെ പക്കലില്ല എന്നുള്ളതാണ് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയത്. കാരണം ഈ ചോദ്യം നമ്മൾ ചോദിച്ചിരുന്നു. കാരണം ഗോപാലകൃഷ്ണൻ വ്യക്തമാക്കിയത് ഒരു പ്രാദേശിക CPM പ്രവർത്തകൻ പങ്കുവച്ച കാര്യമാണ്, അല്ലെങ്കിൽ ഷെയർ ചെയ്ത കാര്യമാണ് താൻ ഫേസ്ബുക്കിലൂടെ അറിയിച്ചത്. പക്ഷേ പിന്നീട് അതിൻ്റെ ഒരു ആധികാരികത സംശയിച്ചുകൊണ്ട് പിന്നീട് താൻ ഉടനെ പിൻവലിച്ചു. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ഈ പ്രാദേശിക CPM നേതാവോ അല്ലെങ്കിൽ പ്രവർത്തകരോ തന്നോട് സംസാരിച്ച് ബന്ധപ്പെട്ട കാര്യങ്ങളുടെ തെളിവുകൾ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അത് തന്റെ പക്കൽ ഇല്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. എന്തായാലും താൻ അത്തരം തെളിവുകൾ ഇപ്പോൾ കേസുമായി മുന്നോട്ട് പോകുമ്പോൾ അത്തരം തെളിവുകൾ ഹാജരാക്കേണ്ട സാഹചര്യം ഉണ്ടാകും. എന്തായാലും ഈ വാദം തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്നതെങ്കിൽ അത്തരം തെളിവുകൾ ഹാജരാക്കണം. പക്ഷേ അത്തരം തെളിവുകൾ നിലവിൽ ഗോപാലകൃഷ്ണന്റെ പക്കലില്ല എന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും ഇതിൽ ഗോപാലകൃഷ്ണൻ മറുപടി പറയുക ഇത്തരമൊരു പോസ്റ്റ് തന്റെ അറിവോടുകൂടിയാണ് പോസ്റ്റ് ചെയ്തെങ്കിൽ ഇത് എവിടെ നിന്ന് കിട്ടി, ഇത് ആര് പങ്കുവച്ചു തുടങ്ങിയ കാര്യങ്ങൾക്ക് അദ്ദേഹം മറുപടി പറയേണ്ടതുണ്ട്. പറവൂരുമായി ബന്ധപ്പെട്ട് കേന്ദ്രീകരിച്ച ഒരു പ്രാദേശിക വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്നാണ് ഇത്തരം വിവരങ്ങൾ തനിക്ക് ലഭിച്ചിരിക്കുന്നത്. അത് പ്രകാരമാണ് KM ഷാജഹാന്റെ ഈ വീഡിയോ താൻ പങ്കുവച്ചെന്നാണ് പിന്നീട് ഗോപാലകൃഷ്ണൻ അറിയിച്ചിരിക്കുന്നത്. KM ഷാജഹാനെതിരെ കേസെടുക്കുന്നത് KM ഷാജഹാന്റെ യൂട്യൂബിൽ ഈ പറയുന്ന പേരുകളൊന്നും പറയാതെയാണ് ഇന്ന MLA 4 MLA-മാരിൽ ഒരാൾ എന്നൊക്കെ ഈ പേരൊന്നും പറയാതെയായിരുന്നു ആ യൂട്യൂബ് വീഡിയോ. ഷാജഹാനെതിരെ കേസെടുക്കുന്നുണ്ടോ? അങ്ങനെ പേര് പറയാത്തത് ഷാജഹാനെതിരെയുള്ള കേസിന് പ്രശ്നമാവുമോ നിതിൻ? എന്തായാലും ഇത് തുടക്കം മുതൽ തന്നെ ഇത് വ്യാപക നിലയിൽ പ്രചരിപ്പിച്ച കേന്ദ്രങ്ങൾക്കെല്ലാം തന്നെ ഇപ്പോൾ കേസ് നേരിടേണ്ടി വരുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. കാരണം ആ നിലയിൽ തന്നെയാണ് ഇതിൽ പരാതിയുമായി മുന്നോട്ട് പോകാൻ കെ ജെ ഷൈൻ തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചിരുന്നു KM ഷാജഹാന്റെ യൂട്യൂബിൽ നിന്നാണ് ഇത് ആദ്യം പുറത്തു വന്നത്. അതിനുശേഷം വ്യാപക നിലയിൽ തന്നെ ഇത് പ്രചരിക്കപ്പെട്ടു. അതോടൊപ്പം ചില കോൺഗ്രസ് ഹാൻഡിലുകൾ, പ്രാദേശിക കോൺഗ്രസ് ഹാൻഡിലുകളിലും ഇത് വ്യാപക നിലയിൽ തന്നെ പ്രചരിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് ഏതൊക്കെ കേന്ദ്രങ്ങളിൽ നിന്നാണോ അതെല്ലാം തന്നെ വിശദമായി തന്നെ ഏതാണ്ട് നിരവധി ലിങ്കുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ തന്നെ കെ ജെ ഷൈൻ ശേഖരിച്ചിരുന്നു. അതടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് വിശദമായി തന്നെ ഈ മൊഴിയെടുക്കൽ സമയത്ത് അത് വിശദമായി തന്നെ പോലീസ് കൈമാറിയിട്ടുണ്ട്. അതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച് ഇതിൽ കൂടുതൽ വകുപ്പുകൾ ചുമത്തേണ്ട കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് പരിശോധിച്ചിരുന്നു. അതോടൊപ്പം തന്നെ കൂടുതൽ പേർക്കെതിരെ കേസെടുക്കണം എന്ന കാര്യവും പോലീസ് ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ പരാതിയുടെ പ്രകാരം പോലീസ് ഇപ്പോൾ കേസെടുത്ത് വരികയാണ്. ഹാഷ്മി, ഓക്കെ, നിതിൻ അംബുജനാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. പല സൈബർ അതിക്രമ കേസുകളും ഇഴഞ്ഞു നീങ്ങുന്നതും കാര്യമായൊന്നും എവിടെയും എത്താത്തതും പരാതിക്കാർ അങ്ങനെ ഇരുട്ടിൽ നിൽക്കുന്നതും പതിവാണ്. പക്ഷേ ഈ കേസിലെങ്കിലും അങ്ങനെ അല്ലാതാവട്ടെ. എന്തായാലും പരാതി കിട്ടിയ ഉടനെ കേസെടുക്കാൻ തുനിയുന്നുണ്ട് കേരള പോലീസ് സൈബർ സെല്ലൊക്കെ. അപ്പോൾ അതിൽ അന്വേഷണം വളരെ വേഗത്തിൽ നടക്കട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.